ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 8-ാം വാക്യം. അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്ക് നൽകി. ഈശോ പറയുന്ന വചനഭാഗമായതല്ലേ. പിതാവായ ദൈവം ഈശോയെ ഏൽപ്പിച്ചത് ഈശോ സമ്മാനമായിട്ട് നമുക്ക് നൽകി എന്ന് പറയുന്നു. ഈശോ നൽകിയത് എന്താണ്? അവൻ്റെ വചനം അവൻ നൽകിയത് സ്നേഹ സമ്മാനമായിട്ട്. പക്ഷേ ദൈവത്തിൻ്റെ ഈ സ്നേഹ സമ്മാനത്തെ സ്നേഹിക്കാനായിട്ടോ അവയനുസരിച്ച് ജീവിക്കുവാനായിട്ടോ പലപ്പോഴും നമുക്ക് ഇന്ന് മടിയാണ്. തമ്പുരാൻ്റെ വചനം വായിക്കാനായിട്ട് മടി കാണിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. ഈശോ നൽകിയ ഈ സ്നേഹ സമ്മാനം അനുസരിച്ച് ജീവിക്കുന്നവർ മാത്രമേ ഈ ഭൂമിയിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത് എൻ്റെ ഈശോയുടെ സ്നേഹ സമ്മാനമാണ്. ഒരു സമ്മാനം നമ്മൾ സ്വീകരിക്കുന്നത് എപ്പോഴാണ്? നമ്മളൊരാളെ സ്നേഹിക്കുമ്പോഴാണ്. അവർ നൽകുന്ന സമ്മാനം നമ്മൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും. ആ സമ്മാനം നമ്മൾ കാത്ത് പരിപാലിക്കും അല്ലേ. സ്നേഹിക്കുന്നവർ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നൽകുന്ന സമ്മാനം നമ്മളിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കും. അതേസമയത്ത് എനിക്കിഷ്ടമില്ലാത്ത ഒരാൾ ഒരു സമ്മാനം നൽകിയാൽ നമ്മൾ തന്നെ എടുക്കും, നമ്മൾ മാറ്റിയിടും. കാരണം നമ്മൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ് അവർ നൽകിയ സമ്മാനങ്ങൾ കാത്തു പരിപാലിക്കുക എന്നുള്ളത്. എൻ്റെ ഈശോയെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ നൽകിയ സമ്മാനമായ അവൻ്റെ വചനത്തെ സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കണം. പലപ്പോഴും ഈശോയെ സ്നേഹിക്കാതെ അവൻ്റെ വചനത്തെ സ്നേഹിക്കാതെ മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. ഈശോ നൽകിയ ഈ സമ്മാനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് വചനം വായിക്കുവാനായിട്ടോ വചനം ഗ്രഹിക്കുവാനായിട്ടോ എൻ്റെ ജീവിതത്തിൽ സമയമില്ലാതെ മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. സ്നേഹമുള്ളവരെ, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു പരാജയം. കാരണം ഈ സമ്മാനം മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഭൂമിയിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഈ ഭൂമിയിൽ ദൈവത്തിന് പ്രിയപ്പെട്ടവനായിട്ട് വളരാനായിട്ട് പറ്റത്തുള്ളൂ. അത് പറ്റുന്നില്ല എങ്കിൽ അതിന് പ്രധാന കാരണം ഈ വചനം മനസ്സിലാക്കാനായിട്ടോ ഗ്രഹിക്കാനായിട്ടോ അതനുസരിച്ച് ജീവിക്കുവാനായിട്ടോ നമ്മൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ ഈ സമ്മാനം വചനം വായിക്കാറുണ്ടോ? വചനം വായിക്കാനായിട്ട് ഞാൻ സമയം കണ്ടെത്താറുണ്ടോ? എനിക്ക് ദൈവം നൽകിയ ഈ സമ്മാനം ഒരിക്കലെങ്കിലും മുഴുവനായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ നമ്മൾക്ക് ചിന്തിക്കണം, എൻ്റെ ഈശോയെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. എൻ്റെ ജീവിതത്തിലെ എത്ര വലിയ പ്രലോഭനങ്ങളായിക്കോട്ടെ, എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ, ആ പ്രശ്നങ്ങൾക്കും ആ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ടുള്ള ശക്തിയും ഈ വചനത്തിൽ നിന്ന് ലഭിക്കുക. അതുകൊണ്ടാണ് ഈ വചനത്തെ സ്നേഹിക്കാനായിട്ട് എൻ്റെ ഈശോ എനിക്ക് ആഹ്വാനം ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് ഈ വചനത്തെ സ്നേഹിക്കാം. അവൻ നൽകിയ ഈ സമ്മാനത്തെ കൂടുതൽ തീഷ്ണതയോടുകൂടി വായിക്കുവാനായിട്ട്, വചനം കേട്ട് ജീവിക്കുവാനായിട്ട്, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനായിട്ട്, അങ്ങനെ ഈ ഭൂമിയിൽ വിശുദ്ധിയോടുകൂടി ജീവിച്ച് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.